ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫെസ്റ്റിന് പോയിക്കാണ് കേട്ടോ. 40 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് കയറുന്നത്, അകത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചെന്ന് കയറിയപ്പോഴത്തേക്ക് തന്നെ ഇവിടെ കുറേ പഴയ സാധനങ്ങൾ, പഴയൊരു മയക്കും മകുടിയും, അതുപോലെ തന്നെ എന്താ പറയുക, എഴുത്തോലകളും, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അതായത് ഒരു മണ്ണെണ്ണ വിളക്കും, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പം എന്തൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറിയിരിക്കുന്നത്. അപ്പോൾ തിരുപ്പുറം എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോവളം കാരോട് ബൈപ്പാസിലാണ്, കോവളം കാരോട് NH ഈ ഒരു തിരുപ്പുറം എന്ന് പറയുന്ന സ്ഥലം വരുന്നത്. അപ്പോൾ കോവളം കഴിഞ്ഞിട്ട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴത്തേക്ക് തിരുപ്പുറം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് ഈസിലി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഗുഹയുണ്ട് കേട്ടോ. ഒരു അത്യാവശ്യം ലെന്തി ആയിട്ടുള്ളൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്തൂടെയാണ് നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഒരു വാട്ടർ ഡാൻസിൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത് കാരണം നമ്മൾ എൻട്രിയിൽ കയറുമ്പോൾ തന്നെ ആ ഒരു സംഭവം ഉണ്ടെന്ന് അവർ പറഞ്ഞിരുന്നു. പക്ഷേ അത് സെറ്റായിട്ടില്ല, സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. 25-ാം തീയതി മുതൽ 31-ാം തീയതി വരെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ ഗുഹയിലൂടെ കടന്നു വന്നപ്പോഴത്തേക്ക് അതിമനോഹരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, കുന്നും മലകൾക്കും ഇടയിൽ ഒരു പുൽക്കൂടിൻ്റെ സെറ്റപ്പും സംഭവമൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയിൽ ഒരു വിഷ്വലൈസേഷൻ കിട്ടുന്ന രീതിക്ക് ചെയ്തു വച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ വീടുകളും നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത്യാവശ്യം നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീല് തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. നേരിട്ട് വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി കൂടുതലായിട്ട് മനസ്സിലാവുക. അവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയലും വീടും എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും വയലൊക്കെ സെറ്റ് ചെയ്തിട്ട് നടുക്കൊരു പഴയ മോഡലിലുള്ള നമ്മുടെ എന്താ പറയുക, ചാണകം മെഴുകി ഇത് ചെയ്തിരിക്കുന്ന ഒരു ഓലപ്പുരയുടെ ഒരു മാതൃകയാണ് ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. പഴയ മാക്സിമം അവർ അതിനകത്ത് യൂസ് ചെയ്തിരുന്ന, അതായത് പണ്ടത്തെ വീടുകളിൽ യൂസ് ചെയ്തിരുന്ന പഴയ സാധനങ്ങളെല്ലാം അവർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഭംഗി കൂട്ടുന്നത് കേട്ടോ. അപ്പം മാക്സിമം അവർ ആ ഒരു സംഭവം പണ്ട് കാലത്ത് നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരുപാട് സാധനത്തിൻ്റെ ഒരലും, അതുപോലെ തന്നെ എന്താ പറയുക, ആട്ടുകല്ലും ഒലക്കയും ഒക്കെ ഇവിടെ ഡിസ്പ്ലേക്ക് വച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. ഇവിടെ വന്നിട്ട് ഒരു ഇസ്തിരിപ്പെട്ടി, നമ്മളെ പണ്ട് കാലത്ത് കരിക്കട്ട യൂസ് ചെയ്ത് ചെയ്തിരുന്ന ഇസ്തിരിപ്പെട്ടി, അതുപോലെ ഒരൽ, ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഇവിടെ ഒരു കാളവണ്ടിയുടെ ഇതും, അതുപോലെ തന്നെ കലപ്പയും, പണ്ടത്തെ ഒരു കലപ്പയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് ഈ ഒരു പ്രോഗ്രാം കാണിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പഴയ കാലം എങ്ങനെയായിരുന്നു എന്നൊരു തിരിച്ചറിവ് നൽകാൻ അത് സഹായിക്കും. ഞാൻ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അവിടെ നമുക്ക് ഇരിക്കാനുള്ളൊരു ഫെസിലിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കുറച്ച് നേരമൊക്കെ ഇരുന്നു. നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ്. ഒരു വെറൈറ്റി ആംബിയൻസ് തന്നെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ.
കലിപ്പാട ഒരു രക്ഷയില്ലല്ലോ. ഇതെന്തിനാണിത്? മൊബൈല് തട്ടിപ്പൊട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ഗുഹ വന്നു. അപ്പോൾ ആ ഗുഹയ്ക്കകത്ത് കയറിയപ്പോഴത്തേക്ക് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു സംഭവം കണ്ടു. ഒരു അസ്ഥിക്കൂടെ അവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് നേരെ വന്നിറങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു വെള്ളച്ചാട്ടം കേട്ടോ. നല്ല ഡാർക്ക് എന്താ പറയുക, ബ്ലൂ കളറിൽ അടിപൊളി ഒരു ക്രിയേറ്റീവായിട്ട് അവരൊരു വെള്ളച്ചാട്ടം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് സെക്ഷൻ നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസി സമൂഹത്തിൻ്റെ വീടുകളെ പരിചയപ്പെടുത്തുന്ന ഒരു സെഗ്മെൻറ്റിലേക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറിയപ്പോഴത്തേക്ക് തന്നെ കുറേ കാരിക്കേച്ചറുകളും കാര്യങ്ങളും, അതായത് കുറേ പ്രതിമകളും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഒരു കാടിൻ്റെ ഒരു ഫീല് കൊടുക്കുന്ന രീതിക്കുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചെറിയ ഹട്ടുകളും അതുപോലെ തന്നെ മണ്ണിൽ തീർത്ത വീടും, ആദിവാസി സമൂഹം പണ്ട് കാലങ്ങളിൽ യൂസ് ചെയ്തിരുന്ന ആ ഒരു സ്ട്രക്ചർ നൽകുന്ന എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ. പാമ്പും മുതലയും, ഇവിടെ ഒരു കിണർ പോലും അവർ ക്രിയേറ്റ് ചെയ്തിരുന്നു. നല്ല ക്രിയേറ്റീവായിട്ട് നമുക്ക് ഹാറ്റ്സ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയേറ്റീവ് ഡിസൈൻ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലൊക്കേഷൻ വന്നിട്ടൊന്നും കൂടെ പറയാം. നമ്മുടെ കാരോട് ബൈപ്പാസിലേക്ക് പോകുമ്പോഴത്തേക്ക് കോവളം കഴിഞ്ഞതിന് ശേഷം തിരുപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു ഫെസ്റ്റ് നടക്കുന്നത്. അതായത് ഈ ഡിസംബർ 25 മുതൽ ഡിസംബർ 31 വരെയാണ് ഈ ഫെസ്റ്റ് വരുന്നത്. 40 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതല്ല, ജസ്റ്റ് ഒരു ക്രിസ്മസ് ഡ്രൈവിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇറങ്ങുന്ന വഴിക്കാണ് നമുക്ക് ഈ ഒരു അപ്പിയറൻസ് കിട്ടിയത്. അപ്പം നമ്മൾ ഒരുപാട് തിരക്കുകളുള്ള സിറ്റിക്കകത്തൊക്കെ നല്ല തിരക്കായതുകൊണ്ട് നമ്മൾ ഇത്തിരി ഔട്ടറിലേക്ക് പോകാം എന്ന് കരുതി കോവളത്തുനിന്ന് സ്ട്രൈറ്റ് റോഡ് പിടിച്ചതാണ്. അപ്പോഴത്തേക്കാണ് നമുക്ക് ഈ ഒരു ആംബിയൻസ് കിട്ടിയത് കേട്ടോ, ഈ ഒരു ഫെസ്റ്റ് നമുക്ക് കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും പോയി കാണണം. അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ആദ്യം കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്തേക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കുക.